എൻ്റെ പുറകിൽ നിങ്ങൾക്ക് ഒരു പാലം കാണാം. ഇതാണ് കോഴഞ്ചേരി പാലം. 2018 ഈ പാലത്തിന്റെ പണി തുടങ്ങുന്നത്. 2018 പ്രത്യേകത നമുക്കറിയാം. 2018 ബഹുമാനപ്പെട്ട ശ്രീ കുമ്മനം രാജശേഖരൻ മിസോറാം ഗവർണറായി ചാർജ് എടുക്കുന്നത്. 2018 എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ MLA ബഹുമാനപ്പെട്ട വീണ ജോർജ് MLA ആയി അധികാരത്തിൽ കയറി 2 വർഷം കഴിഞ്ഞപ്പോൾ, അത് കഴിഞ്ഞതിന് ശേഷം 3 വർഷം പൂർത്തിയാക്കി വീണ്ടും മത്സരിച്ചു, വിജയിച്ചു വന്ന ആരായി? മന്ത്രിയായി. അങ്ങനെ അവരുടെ കാലയളവിലെ 8 വർഷം കൊണ്ട് ഈ പാലത്തിന്റെ പണി ഇനിയും തീർന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൽ കുറെ കമ്പികളുണ്ട്. എന്ന് വെച്ചാൽ സ്ട്രെസ്സിങ് പൂർത്തിയായിട്ടില്ല. നമ്മളൊരു കെട്ടിടം പണിയുന്ന സമയത്ത് എങ്ങനെയാണ് കമ്പി ഇങ്ങനെ നിലനിർത്താറുണ്ട് അല്ലേ? കമ്പി എപ്പോഴാണ് നിലനിർത്തുന്നത്? കോൺക്രീറ്റ് പൂർത്തിയാകാതെ വരുന്ന സമയത്താണ്. ഈ പാലത്തിന്റെ സ്ട്രെസ്സിങ് പൂർത്തീകരിക്കാൻ ഏപ്രിൽ മാസം 17-ാം തീയതിയാവും. ഏപ്രിൽ 17 എന്ന് പറഞ്ഞാൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞ്. അപ്പോഴേക്ക് എന്തായാലും ഉദ്ഘാടനം ആ സമയത്ത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇതിന്റെ ഉദ്ഘാടനം നടത്തി. ഉദ്ഘാടനം നടന്ന സമയത്ത് 2 തരത്തിലുള്ള വാദമാണ് അവർ പറഞ്ഞത്. ഇത് പാലത്തിന്റെ ഉദ്ഘാടനമല്ല, അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനമാണ്. ശരിയായിക്കോട്ടെ, അപ്രോച്ച് റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കൂ. ജസ്റ്റ് നമ്മളൊരു ടാറിങ് അവിടെ വരെയുണ്ട്. ഇതാണ് അപ്രോച്ച് റോഡ് എന്ന് പറയുന്നത്. ഇതുവഴി ഒരു മനുഷ്യന് കടന്നു പോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ 27 കോടി രൂപ സ്ഥലമേറ്റെടുപ്പ് അടക്കം നടന്ന ഒരു പദ്ധതിയിൽ ഇപ്പോഴും പണി നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 27 കോടി രൂപ 3 കോൺട്രാക്ടർമാർ മാറി മാറി വർക്ക് ഏറ്റെടുത്തു. 27 കോടി രൂപ എന്ന് പറയുന്ന സമയത്ത് 16 കോടി രൂപ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കണ്ടു. 16 കോടി രൂപ തെറ്റാണ്. 16 കോടി രൂപ 3ാമത്തെ കോൺട്രാക്ടർ ഏറ്റെടുത്തതിന് ശേഷം വകയിരുത്തിയ തുകയാണ്. ഇതേ നിങ്ങളെ പോയ സെക്യൂരിറ്റിയെ കണ്ടോ? പാലത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു എന്നറിഞ്ഞ് ഇവിടെ വരുന്ന മനുഷ്യരോട് അതേ കയറരുത് എന്ന് പറയാൻ വേണ്ടി ശമ്പളം കൊടുത്ത് അപ്പോയിന്റ് ചെയ്തിരിക്കുക. 27 കോടി രൂപയ്ക്ക് പുറമെ ഈ സെക്യൂരിറ്റിയുടെ ശമ്പളവും നമ്മുടെ നികുതി പണത്തിൽ നിന്നാണ് പോകുന്നത്. അതായത് അതിന് മുമ്പായി ഏതാണ്ട് 10-12 കോടിയോളം രൂപ. ഇത്രയും ചെറിയൊരു പാലം തീരാൻ ഏതാണ്ട് 30 കോടിയോളം രൂപ. ദേശീയപാത, ഒരു ദിവസം പാലങ്ങൾ, ഇതേപോലെ തന്നെ വലിയ കലുങ്കുകൾ, തുരങ്കം, ഇതിനൊക്കെ ഉള്ളിലൂടെ ഉള്ള ദേശീയപാത ഒരു ദിവസം ശരാശരി 34 കിലോമീറ്ററാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ചെറിയ പാലം 30 കോടി രൂപ മുടക്കി 8 വർഷക്കാലം കൊണ്ടും, അതായത് ബഡ്ജറ്റ് തുടങ്ങുന്ന സമയത്തെ തുകയല്ല, പിന്നീട് പണിയുന്ന സമയത്ത് വരുന്ന സമയത്ത്, ഇതൊക്കെ എന്റെയും നിങ്ങളുടെയും ഒക്കെ നികുതിപ്പണമാണ്. ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ട് വലിയ ധൂർത്ത് ഒരു വശത്ത് നടക്കുമ്പോൾ ഞങ്ങളിത് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യുകയാണ്. പക്ഷേ ഇവരുടെ നേതാക്കന്മാർ തമ്മിൽ ഒരു വലിയ ക്ലാഷ് ഈ വിഷയത്തിൽ നടന്നു. എന്താണെന്നറിയാമോ? ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ ജില്ലാ സെക്രട്ടറി, റാന്നിയുടെ മുൻ MLA ആയ രാജു ഇബ്രഹാം പറഞ്ഞത് മുഴുവൻ പണിയും കഴിഞ്ഞ് പെയിന്റിങ് മാത്രം പൂർത്തീകരിച്ചാൽ മതിയെന്നാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഞാനും നിങ്ങളും കണ്ടതാണ്. ഇപ്പൊ കോഴഞ്ചേരി പാലത്തിന്റെ അവിടെ ഇനി പെയിന്റിംഗ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. നിർമ്മാണം നടത്തിയതേ നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങളുടെ അഭിലാഷമാണ്. ജനങ്ങളാണ് ആവശ്യപ്പെടുന്നത് ഇത് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന്. ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് MLA-മാരും മന്ത്രിമാരും ഈ ഉദ്ഘാടനങ്ങൾ നിർവഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഉദ്ഘാടനം ചെയ്തത്? എന്താ ചെയ്ത് ഉദ്ഘാടനം? ഇതൊക്കെ രാജ്യം നടക്കും. ഉദ്ഘാടനം കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാനൊന്ന് ഇവിടെ ഒന്ന് പാലത്തപ്പുറത്ത് കയറാൻ അന്ന് കാണാതെ വെച്ചു. കയറാൻ വന്നപ്പോൾ അസപ്പെട്ട് പറഞ്ഞു നിർത്തി, പോകരുത്, അച്ഛൻ്റെ കാലെല്ലാം ആണി കൊള്ളും, ഇവിടെ ഒരു പണി നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞേക്കുന്നത്. പിന്നെ എന്നിട്ട് രണ്ടാമത്തേക്ക് ഉദ്ഘാടനം പാലമല്ല, അപ്രോച്ച് റോഡ് അവർ ഉണ്ടാക്കിയത്, അതിൻ്റെ ഉദ്ഘാടനമാണെന്നാണ് പറയുന്നത്. അപ്രോച്ച് റോഡ് നമ്മുടെ ഇതിൽ അപ്പുറത്താണ്, ഇത് കണക്ക് തന്നെ അപ്രോച്ച് റോഡ് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് ഇത്രയും വരെയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഒരു കസാര അതിനകത്തില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. പെയിന്റിങ് മാത്രം പൂർത്തീകരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു പാലത്തിന്റെ പണിയാണ് ഇപ്പോഴും. അങ്ങോട്ട് നോക്കൂ, മണ്ണ് കൂനയായി കിടക്കുന്നു, സ്ട്രെസ്സിങ് കഴിയാതെ കമ്പികൾ അവശേഷിക്കുന്നു, JCB അത് ആ മണ്ണ് കോരി വിടുന്നു, ടിപ്പർ ആ മണ്ണ് എടുത്തുകൊണ്ട് പോകുന്നു. ഇതുവഴി പോകുന്ന മനുഷ്യർ പണി തീർന്നു എന്ന് കണക്കൂട്ട് വെച്ച് ഈ ബോർഡ് കാണാതെ, ബോർഡ് നോക്കിയാൽ കാണാം റോഡ് ക്ലോസ്ഡ്, അതിന് താഴെ ടേക്ക് ഡൈവേർഷൻ. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഒരു ദിവസം ഓപ്പൺ ചെയ്ത് ഉദ്ഘാടനം ചെയ്തു? ഇത് കേട്ടിട്ട് ഇതുവഴി കടന്നുപോയ വാഹനത്തിൽ പോയവരൊക്കെ കൈയും കാലും ഒടിഞ്ഞ് അവിടെ കിടപ്പുണ്ട്. ജനങ്ങളെ എന്തിന് ഇങ്ങനെ പറ്റിക്കണം എന്നുള്ളതാണ് ലളിതമായ ചോദ്യം.